Deepa. Welcome to my class. Today we are going to study about Galilean transformation. To understand Galilean transformation, we consider two frames S and S dash. ഇവിടെ S, S dash എന്നിങ്ങനെ രണ്ട് ഫ്രെയിംസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പോയിന്റും കൺസിഡർ ചെയ്തിട്ടുണ്ട് P. ഈ Pയിൽ ഒരു ഇവന്റ് നടക്കുന്നതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യണം. ഈ പോയിന്റിന്റെ പ്രത്യേകത എന്താണ്? ഈ രണ്ട് ഫ്രെയിമിൽ നിന്ന് നമുക്ക് ഈ പോയിന്റിനെ ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ പോയിന്റിന് രണ്ട് സെറ്റ്സ് ഓഫ് കോർഡിനേറ്റ്സ് ഉണ്ട്. ഇവിടെ Pക്ക് എക്സ് വൈ സെറ്റ് എന്നൊരു സെറ്റും പിന്നെ എക്സ് ഡാഷ് വൈ ഡാഷ് സെഡ് ഡാഷ് എന്നിങ്ങനെയുള്ള വേറൊരു സെറ്റ് കോർഡിനേറ്റ്സും ഉണ്ട്. ഈ കോർഡിനേറ്റ്സിന്റെ ഇടയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. That relations enable us to transform the observations made in one frame to other. അതായത് ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ഇടയിലുള്ള റിലേഷൻഷിപ്പിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് ഒരു ഫ്രെയിമിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒബ്സർവേഷനെ മറ്റേ ഫ്രെയിമിലുള്ള ഒബ്സർവേഷനായിട്ട് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള റിലേഷൻസിനെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ഈക്വേഷൻസ് എന്ന് പറയുന്നത്. ഇനി അത് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഈക്വേഷൻ ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ഫ്രെയിമും ഇനേർഷ്യൽ ഫ്രെയിംസ് ആണെങ്കിൽ അത്തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ ഈക്വേഷൻസിനെ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഈക്വേഷൻസ് എന്ന് പറയുന്നു. ഇവിടെ ഡയഗ്രത്തിൽ നോക്കിയാൽ കാണാവുന്നതാണ്. ഇവിടെ R എന്നുള്ളത് എസ് എന്നുള്ള ഈ ഒരു ഫ്രെയിമിൽ നിന്നുള്ള Pയിലേക്കുള്ള പൊസിഷൻ വെക്ടറാണ്. അതുപോലെ തന്നെ R ഡാഷ് എന്നുള്ളത് എസ് ഡാഷിൽ നിന്നുള്ള പൊസിഷൻ വെക്ടറാണ്. അപ്പൊ അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന എക്സ്പ്രഷൻ ആണിത്. R ഡാഷ് ഇസ് ഈക്വൽ ടു R മൈനസ് വി ടി. ഇതിൽ R എന്ന് പറയുന്നത് എക്സ് വൈ സെഡ് ഇതിനെ മൂന്നിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ R ഡാഷിലാണെങ്കിൽ എക്സ് ഡാഷ് വൈ ഡാഷ് സെഡ് ഡാഷ് അങ്ങനെയുള്ള കമ്പോണൻസ് ഉണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഒന്നുകൂടി വ്യക്തമായിട്ട് എഴുതാനാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി, വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ, സെഡ് ഡാഷ് ഇസ് ഈക്വൽ ടു സെഡ്, ടി ഡാഷ് ഇസ് ഈക്വൽ ടു ടി. ഇവിടെ ഇപ്പോൾ എക്സ് ഡയറക്ഷനിൽ ഒരു ഇങ്ങോട്ടൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ എക്സ് മൈനസ് വി ടി എന്നുള്ളത് വാലിഡ് ആയിട്ടുള്ളത്. ഈ ഈക്വേഷൻസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? ഇവിടെ എക്സ് ഡാഷും എക്സും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നു, വൈ ഡാഷും വൈയും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നു, സെഡ് ഡാഷും സെഡും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നു. പിന്നെ ഇത് ടൈമാണ്, ടി ഡാഷ് ടി, അത് രണ്ട് ഫ്രെയിമിൽ നിന്നുള്ള ടൈമാണ്. സോ അപ്പോൾ ഇങ്ങനെ രണ്ട് ഫ്രെയിമിലെയും കമ്പോണൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ഈക്വേഷൻ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇനേർഷ്യൽ ഫ്രെയിംസ് ആണെങ്കിൽ ഈ ഈക്വേഷൻസ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഈക്വേഷൻസ് എന്ന് അറിയപ്പെടും. നേരത്തെ പറഞ്ഞ ഈക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തതാണ് ഇത്. അതായത് നേരത്തെ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി ആയിരുന്നു. അതിൽ നമ്മൾ അതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു എക്സ് ഡാഷ് പ്ലസ് വി ടി എന്ന് എഴുതാം. അതുപോലെ തന്നെ വൈ ഇസ് ഈക്വൽ ടു വൈ ഡാഷ്, സെഡ് ഇസ് ഈക്വൽ ടു സെഡ് ഡാഷ്, ടി ഇസ് ഈക്വൽ ടു ടി ഡാഷ്. അപ്പോൾ ഈ ഈക്വേഷനെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ ഈക്വേഷൻ എന്നാണ്. അടുത്തതായി പറയുന്നത് ഗലീലിയൻ വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ ഈക്വേഷൻ ആണ്. നമുക്ക് ഗലീലിയൻ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ ഈക്വേഷൻ എന്താണെന്ന് അറിയാം. ഓക്കെ, ഈ ഈക്വേഷനെ ജസ്റ്റ് ടി വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ആദ്യത്തെ ഈക്വേഷൻ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി ആയിരുന്നു. അത് ഡി എക്സ് ഡാഷ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി മൈനസ് വി എന്നാവും. മറ്റേതൊക്കെ ഡി വൈ ഡാഷ് ബൈ ഡി ടി ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി, അതുപോലെ തന്നെ ഡി സെഡ് ഡാഷ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡി സെഡ് ബൈ ഡി ടി അങ്ങനെ വരും. ഇനി ഇതിനെ തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു ഫോർമാറ്റിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ. അതായത് ഡി എക്സ് ഡാഷ് ബൈ ഡി ടിനെ നമ്മൾ യു എക്സ് ഡാഷ് എന്നും പിന്നെ ഡി എക്സ് ബൈ ഡി ടിനെ യു എക്സ് എന്നും എഴുതി. അതുപോലെ താഴേക്ക് വൈ സെഡ് കമ്പോണൻസ് എഴുതി. ഇവിടെ ഇപ്പോൾ യു എക്സ് പിന്നെ യു വൈ യു സെഡ് ഇതൊക്കെ എഴുതിയതിന് പകരം നമുക്ക് വേണമെങ്കിൽ സ്മോൾ വി എക്സ് വി വൈ വി സെഡ് എന്നും യൂസ് ചെയ്യാവുന്നതാണ്. ജനറൽ ആയിട്ട് നമ്മൾ കാണിക്കുകയാണെങ്കിൽ ജനറലി ഗലീലിയൻ വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ ഈക്വേഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് വി ഡാഷ് സ്മോൾ വി ഡാഷ് ഇസ് ഈക്വൽ ടു വി മൈനസ് ക്യാപിറ്റൽ വി, അല്ലെങ്കിൽ യു ഡാഷ് ഇസ് ഈക്വൽ ടു യു മൈനസ് ക്യാപിറ്റൽ വി. അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഇതിലെ ഒരു എക്സെപ്ഷണൽ കേസാണ് പറയുന്നത്. അതായത്
നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാർട്ടിക്കിൾസ് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ വെലോസിറ്റി ലൈറ്റിൻ്റെ വെലോസിറ്റി ആയിട്ടാണ് എടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ യു എക്സ് ഡാഷിനെ സി ഡാഷ് വെച്ചിട്ടും യു എക്സിനെ സി വെച്ചിട്ടും നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ യു എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു യു എക്സ് മൈനസ് വി എന്നുള്ളതിന് നമ്മൾ സി ഡാഷ് ഇസ് ഈക്വൽ ടു സി മൈനസ് വി എന്ന് എഴുതണം. ഓക്കെ, പക്ഷേ ഈ ഒരു ഈക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ സി ഡാഷ് ഈസ് നോട്ട് ഈക്വൽ ടു സി എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. പക്ഷേ ലൈറ്റിൻ്റെ വെലോസിറ്റി ഏതൊരു ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്ന് നോക്കിയാലും സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ ശരിക്കും എന്താണ് ശരിക്കും സെക്കൻഡ് അടുത്തതായിട്ട് ഗലീലിയൻ ആക്സിലറേഷൻ ട്രാൻസ്ഫോർമേഷൻ ഈക്വേഷൻ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെലോസിറ്റിയുടെ ട്രാൻസ്ഫോർമേഷൻ ഈക്വേഷനിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടി വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആക്സിലറേഷൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഈക്വേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? ഡി യു എക്സ് ഡാഷ് ബൈ ഡി ടി സി ഈക്വൽ ടു ഡി യു എക്സ് ബൈ ഡി ടി. അതുപോലെ തന്നെ ഡി യു വൈ ഡാഷ് ബൈ ഡി ടി സി ഈക്വൽ ടു ഡി യു വൈ ബൈ ഡി ടി. അതുപോലെ ഡി യു സെഡ് ഡാഷ് ബൈ ഡി ടി സി ഈക്വൽ ടു ഡി യു സെഡ് ബൈ ഡി ടി എന്ന് കിട്ടും. അതായത് കുറച്ചുകൂടി ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ എ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എ എക്സ്, എ വൈ ഡാഷ് ഇസ് ഈക്വൽ ടു എ വൈ, എ സെഡ് ഡാഷ് ഇസ് ഈക്വൽ ടു എ സെഡ്. ഈ ഒരു എക്സ്പ്രഷൻസിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ? എ എക്സ് എന്നുള്ള കമ്പോണന്റ്, അതായത് എ ആക്സിലറേഷൻ എന്നുള്ള കമ്പോണന്റ് എസ് ഡാഷ് എന്നുള്ള ഫ്രെയിമിലും എസ് എന്നുള്ള ഫ്രെയിമിലും സെയിം വാല്യൂ ആണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതായത് രണ്ട് ഫ്രെയിമിലും അത് യാതൊരുവിധ വേരിയേഷനും ഇല്ലാണ്ട് നിൽക്കുന്നു, അതായത് ഇൻവാരിയൻ്റ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇറ്റ് ഷോസ് ദാറ്റ് ബോത്ത് ഫ്രെയിംസ് മെഷർ ദി സെയിം ആക്സിലറേഷൻ. അല്ലെ, രണ്ട് ഫ്രെയിമിലും സെയിം ആക്സിലറേഷൻ കിട്ടിയതുകൊണ്ടാണ് എ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എ എക്സ്, എ വൈ ഡാഷ് ഇസ് ഈക്വൽ ടു എ വൈ, എ സെഡ് ഡാഷ് ഇസ് ഈക്വൽ ടു എ സെഡ് എന്ന് കാണിക്കാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് നമ്മൾ ആക്സിലറേഷനെ നമ്മൾ ഗലീലിയൻ ഇൻവാരിയൻ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നാണ് പറയുന്നത്. എന്താണ് ഗലീലിയൻ ഇൻവാരിയൻ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്ന് നോക്കാം. ഇൻ ജനറൽ, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് റിമെയിൻ ഇൻവാരിയന്റ് under Galilean transformation equations are called Galilean invariant quantities. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് ട്രാൻസ്ഫോർമേഷൻ ഈക്വേഷൻ എന്താണ്, അതുപോലെ എന്താണ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഈക്വേഷൻസ് എന്നൊക്കെയാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. Equations relating the two sets of coordinates of the event in the two frames are called transformation equations. If the two frames are inertial ones, the transformation is referred to as Galilean transformation.